രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതോടെ താൽക്കാലികമായിട്ടെങ്കിലും കോൺഗ്രസും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനല്ല, പക്ഷേ ഇവിടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലെ മലക്കം മറിച്ചിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എല്ലാ വകുപ്പുകളും ജാമ്യം കിട്ടാത്തതാണ്. കാരണം ഏകദേശം 5ഓളം വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യേക പോലീസ് സംഘം ചുമത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസ് പല ഭാഗങ്ങളിലായി ആരംഭിച്ചിരിക്കുന്നു. ലുക്ക് ഔട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ളവ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവരുടെ പാർട്ടി പത്രം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയപ്പെടട്ടെ എന്ന തലക്കെട്ടിലായിരുന്നു അവരുടെ മുഖപ്രസംഗം പോലും. ഇവിടെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. കഴുത്തുവരെ മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയ ചാണകത്തുള്ളി ദേഹത്ത് തെറിച്ചു വീണ കോൺഗ്രസ് പാർട്ടിയെ വലിയ തരത്തിൽ ആക്ഷേപിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്തായാലും കോൺഗ്രസ് ചെറുതായെങ്കിലും ഒന്ന് സമ്മതിക്കുന്നുണ്ട്. ഒരു ചെറിയ ചാണകത്തുള്ളിയെങ്കിലും ദേഹത്ത് തെറിച്ചു വീണ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു എന്നുള്ളത് സമ്മതിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അവരുടെ നേതാക്കന്മാരിൽ ചിലർ വലിയ തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും. പ്രത്യേകിച്ചും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വാക്കുകൾ കൊണ്ട് ശകാരിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം KPCC പ്രസിഡന്റ് സാധാരണഗതിയിൽ മിതഭാഷയാണ്, സൗമ്യനാണ്. ഒപ്പം ഭാഷ ഉപയോഗിക്കുന്നതും സൗമ്യമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ആ ഭാഷയിൽ തന്നെ അദ്ദേഹവും പറയുന്നുണ്ട്, എന്തായാലും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലെ കേസായാലും അത് പാർട്ടിയെ ബാധിക്കില്ല എന്ന് നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. കാരണം നടപടി പൂർത്തിയാക്കിയതുകൊണ്ടും 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടും തെറ്റുകാരനാണെന്ന് പാർട്ടി തന്നെ സമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പാർട്ടിയെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും മുഖപ്രസംഗം വായിച്ച ആളുകൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടിയും രസകരമായിരുന്നു. ഈ മുഖപ്രസംഗം എഴുതിയ ആളിനോട് പോയി ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മുഖപ്രസംഗത്തെ പോലും പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സൂചനകളാണ്. കാരണം അങ്ങനെ തന്നെ നമുക്കും പറയാൻ കഴിയും. കാരണം മുഖപ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പാപം ചെയ്യാത്തവർ കല്ലെറിയപ്പെടട്ടെ എന്ന്. ആ തലവാചകത്തിൽ തന്നെയാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടൊരു പക്ഷേ അത് പ്രതിപക്ഷ നേതാവിനെയും വല്ലാതെ ചൊടിപ്പിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് വീക്ഷണം പത്രത്തിൻ്റെ മുഖപ്രസംഗത്തെ പോലും തള്ളിപ്പറയുന്ന തരത്തിൽ മറുപടി നൽകിയത്. എന്തായാലും കോൺഗ്രസിലെ നേതാക്കന്മാർ ഒന്നല്ല ഒത്തിരി ആളുകൾ വലിയ തരത്തിൽ ഈ പ്രതിസന്ധി ധർണം ചെയ്യുന്നതിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പാണ്. താഴെത്തട്ടിലുള്ള ആളുകൾക്കിടയിലേക്ക് ഇത് വലിയ ചർച്ചയായി മാറും. പ്രത്യേകിച്ചും ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് ചെറിയ കുറ്റമല്ല, വലിയ കുറ്റമാണ്. ഭ്രൂണഹത്യയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ സാധാരണ സ്ത്രീകളിലേക്ക്, അതായത് വോട്ടർമാരിൽ നല്ലൊരു ശതമാനം കോൺഗ്രസിനെ സഹായിക്കുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അവരെ സ്വാധീനിക്കും. അത് ചെറുതല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ഇതിനെ മറികടന്നേ മതിയാവുകയുള്ളൂ. അത്തരത്തിൽ മറികടക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ്. ഒരു പക്ഷേ കോടതികളിലേക്കൊക്കെ എത്തപ്പെടാം. അത് തിങ്കളാഴ്ച ഈ കേസ് ബന്ധപ്പെട്ട ജാമ്യം പരിഗണനയ്ക്ക് വരികയാണ്. മാത്രവുമല്ല വരും ദിവസങ്ങളിൽ അത് ഹൈക്കോടതിയിൽ വരെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. എങ്കിൽ പോലും ഇതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നത്. അവിടെയും സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന വിവാദ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൽക്കാലം കോൺഗ്രസ് വലിയ തരത്തിൽ വിവാദം ഉയർത്തിപ്പിടിക്കുകയാണ്. കാരണം അറസ്റ്റുകൾ പത്മകുമാറിൽ അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള അറസ്റ്റ് ആരിലേക്ക് എന്നൊരു വ്യക്തത പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നില്ല. അവരും ഏകദേശം ഒരു മങ്ങിയ തലത്തിലുള്ള അന്വേഷണം CPI-എമ്മിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇരു പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോഴും ജനം ഇതിൽ ശരിയായൊരു തീരുമാനമെടുക്കുവാൻ അവർക്കിനി ഏകദേശം ഒരാഴ്ചയിലധികം സമയമുണ്ട്. ജനം കൃത്യമായൊരു തീരുമാനമെടുക്കപ്പെടും എന്നൊരു പ്രതീക്ഷ ഇരു പാർട്ടികൾക്കുമുണ്ട്. എന്തായാലും ഈ പ്രതീക്ഷകൾ രണ്ടുപേർക്കും അസ്തമിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും പറയാം.